എല്ലാവർക്കും പമ്പ സ്കിൽ സെന്ററിലേക്ക് സ്വാഗതം. ഈ 7-ാം തീയതി നടക്കുന്ന ജോബ് ഫെയറിന് പോകുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസന്റേഷനാണിത്. സോ പെട്ടെന്ന് നമ്മളിപ്പോൾ ട്രെയിനിങ് കോഴ്സ് നമുക്ക് കിട്ടിയിരുന്നല്ലോ. ഒരു ബാച്ചിന് പൂർണ്ണമായിട്ടും മറ്റൊരു ബാച്ചിന് ഭാഗികമായിട്ടുമാണ് ട്രെയിനിങ് കോഴ്സ് കിട്ടിയിരുന്നത്. സോ അവർക്ക് അങ്ങനെയുള്ളവർക്ക് ആ കാര്യങ്ങളെല്ലാം ഓർക്കുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അവിടേക്ക് പോകുമ്പോൾ നിങ്ങൾ എടുക്കേണ്ട കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രസന്റേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. സോ ഇതിന്റെ അജണ്ട എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ആൻഡ് ഇവന്റ് ഓവർവ്യൂ, എന്താണ് അവിടെ നടക്കുന്ന പ്രോഗ്രാം എന്നുള്ളതിനെ കുറിച്ച് പറയും. പ്രിപ്പറേഷൻ എസെൻഷ്യൽസ്, പിന്നെ ഇന്റർവ്യൂ സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജീസ്, പിന്നെ ഇന്റർവ്യൂവിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട തുടർ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. സോ നമുക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ ആൻഡ് ഈവന്റ് ഓവർവ്യൂ നോക്കാം. സോ നിങ്ങളുടെ ജോബ് ഫെയർ ജേർണി ഇവിടെ തുടങ്ങുകയാണ്. അല്ലെങ്കിൽ ജോബ് സെർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു സീരിയസ്ലി നിങ്ങൾ ട്രെയിൻഡ് ആയതിനു ശേഷം ജോബ് സെർച്ചിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ തുടങ്ങുകയാണ്. ഇപ്പൊ ഈ 7-ാം തീയതി MG യൂണിവേഴ്സിറ്റി ഒരു വലിയ ജോബ് ഫെയർ ആണ് അവിടെ നടത്തുന്നത്. നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ആണ്. അവിടെ ഒരുപാട് കമ്പനീസ് വരുന്നുണ്ട്, മൾട്ടിപ്പിൾ കമ്പനീസ് അവിടെ വരുന്നുണ്ട്. ഇപ്പൊ ആൾറെഡി തന്നെ 50ഓളം കമ്പനികൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഇനിയും ഒരുപാട് കമ്പനികൾ വരുന്നുണ്ട്, ഒരുപാട് റിക്രൂട്ടിംഗ് ഏജൻസികൾ വരുന്നുണ്ട് വലിയ കമ്പനികൾക്ക് വേണ്ടിയിട്ട്. സോ നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് കാണണം. നമുക്കറിയാം പ്രിപ്പറേഷൻ ഇതിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളിതിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ട്രെയിനിങ് കോഴ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് നമ്മൾ ആ ട്രെയിനിങ് കോഴ്സിന് കിട്ടിയ കാര്യങ്ങൾ എല്ലാം ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് വേണം പോവാൻ. സോ നമ്മൾ എന്തായാലും മറ്റ് സ്റ്റുഡൻസിനേക്കാളും, സാധാരണ പ്രിപ്പറേഷൻ ഇല്ലാതെ വരുന്ന സ്റ്റുഡൻസിനേക്കാളും നമ്മൾ എന്തുകൊണ്ടും ബെറ്റർ ആയിരിക്കും. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പിന്നെ കൃത്യമായിട്ടൊന്ന് റിവൈസ് ചെയ്ത് തയ്യാറായി വേണം പോവാൻ. സോ നമ്മൾ ആ സ്ട്രാറ്റജീസ് എല്ലാം നിങ്ങളൊന്ന് ഓർക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. പിന്നെ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് വേണം. പോകുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും എടുത്തിട്ടുണ്ടോ ഇതെല്ലാം നോക്കിയെന്നുള്ള ചെക്ക് ലിസ്റ്റും വേണം. ഇതൊക്കെയാണ് പറയാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഇവന്റ് ഡീറ്റെയിൽസ് നിങ്ങൾ തിരിച്ചറിയുക. സോ ഇവന്റ് ഡീറ്റെയിൽസ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അതായത് കമ്പനികളുടെ കാര്യങ്ങളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവന്റ് നടക്കുന്നത്, അവിടെ ചെന്നിട്ട് ഏതൊക്കെ സ്റ്റോളിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്, എങ്ങനെയാണ് അതിന്റെ രജിസ്ട്രേഷൻ, ഇക്കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം നിങ്ങൾ. സോ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴാണ് അവിടെ എത്തിച്ചേരേണ്ടത്, പിന്നെ എത്തിച്ചേർന്ന ഉടനെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇക്കാര്യത്തിൽ നമ്മൾ വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. കാര്യം നമുക്ക് ഒരുപക്ഷെ ഒന്നിൽ കൂടുതൽ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരിക്കാം. സോ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തന്നെ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. ഓരോരുത്തർക്കും ഡിഫറെന്റ് കമ്പനി ആയിരിക്കുമല്ലോ. അങ്ങനെ പിന്നെ രജിസ്ട്രേഷൻ ആണ്. കംപ്ലീറ്റ് രജിസ്ട്രേഷൻ ആസ് പെർ ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ദ ഇവന്റ്. നിങ്ങൾ പൂർണ്ണമായിട്ടും രജിസ്ട്രേഷൻ ഇവന്റിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ ID പ്രൂഫ്, റെസ്യൂമെ, സർട്ടിഫിക്കറ്റ്സ്, ഇതെല്ലാം നിങ്ങൾ അടുക്കി തന്നെ വെച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ ചെന്നിട്ട് അത് ഷെഡ്യൂൾ ചെയ്യണം. ആദ്യം എവിടേക്ക് പോകുന്നു രജിസ്റ്റർ ചെയ്തിട്ട്, അല്ലെ ആദ്യത്തെ പ്രിഫറൻസ് ഉള്ള കമ്പനി ഏത്, പിന്നത്തെ പ്രിഫറൻസ് ഉള്ള കമ്പനി ഏത്, ഇമാതിരി കാര്യങ്ങൾ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യണം. അതിനൊരു ക്രമം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സോ അതുപോലെ തന്നെ ഏകദേശം ഇന്റർവ്യൂ ടൈമിങ്സ് ഒക്കെ എത്രയാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ നമ്മുടെ എസെൻഷ്യൽ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ റിവ്യൂ ചെയ്യാം. സോ ആദ്യം തന്നെ നമ്മൾ കമ്പനിയെ കുറിച്ച് അറിവ് കിട്ടി കഴിഞ്ഞാൽ കമ്പനിയെ കുറിച്ച് ഒരു റിസർച്ച് നടത്തണം. സോ അവിടുത്തെ കീ എംപ്ലോയീസ് ആരൊക്കെയാണ്, പിന്നെ ഏകദേശം എങ്ങനെയുള്ള ആളുകളാണ് അവിടെ ഇന്റർവ്യൂവിന് വരുന്നത്, എന്താണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, ഇമാതിരി കാര്യങ്ങൾ. അതുപോലെ കമ്പനിയുടെ പ്രൊഫൈൽ, എന്തുമാത്രം ബിസിനസ് ഉള്ള കമ്പനിയാണ്, എന്താണ് അവരുടെ പ്രൊഡക്റ്റ്, എന്ത് രീതിയിലുള്ള പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്, ഇമാതിരി കാര്യങ്ങളൊക്കെ നിങ്ങൾ റിവ്യൂ ചെയ്യണം. എന്നാലേ നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ പൂർണ്ണത കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അപ്രോച്ച് കസ്റ്റമൈസ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ കമ്പനി A, കമ്പനി B, ഇങ്ങനെ 2 കമ്പനി ഉണ്ടെന്നിരിക്കട്ടെ. അപ്പോൾ കമ്പനി A ഒരു പർട്ടിക്കുലർ പ്രോസസ് നടക്കുന്ന പർട്ടിക്കുലർ കൾച്ചറുള്ള കമ്പനിയാണ്, കമ്പനി B മറ്റൊരു കൾച്ചറുള്ള കമ്പനി ആയിരിക്കാം. സോ ഇതിനനുസരിച്ച് നമ്മളുടെ ഇന്റർവ്യൂവിന് നമ്മൾ ഇരിക്കുന്ന പ്രോസസ്സ് അത് നമ്മൾ എന്ത് ചെയ്യണം, അത് മാറ്റണം, കസ്റ്റമൈസ് ചെയ്യണം. അതിനനുസരിച്ച് വേണം നമ്മൾ ഇന്റർവ്യൂവിന്, ഈവൻ നമ്മുടെ റെസ്യൂമെ പോലും അതിനനുസരിച്ച് നമുക്ക് മാറ്റം വരുത്തണം. സോ ഇങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്കിലൂടെ നമ്മൾ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ജേർണിക്ക് ഒരു തുടക്കമാണ്. സോ നിങ്ങൾ ആ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യണം. ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, റെസ്യൂമെ വേണം, മൾട്ടിപ്പിൾ കോപ്പീസ് നിങ്ങൾ പ്രിന്റ് ചെയ്യുക, അതിൽ ടൈലർ ഫോർ ഈച്ച് ജോബ് റോൾ. ഒരാൾ ടീച്ചിങ് ജോബിന് പോകുന്നു, വേറെ ഒരാൾ
അതേ ആള് തന്നെ ഒരു പിന്നെ ഡേറ്റ അനാലിറ്റിക്സ് ജോബിന് പോകുന്നു, അതേ ആള് തന്നെ ഒരു പ്രോഗ്രാമറുടെ ജോബിന് പോകുന്നു. അപ്പൊ ഇവർ ഈ മൂന്ന് ജോലിക്കും ഒരേ റെസ്യൂമെ അല്ല നിങ്ങൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾ ജോബ് റോളിനനുസരിച്ച് നിങ്ങളുടെ റെസ്യൂമെ ഫൈൻ ട്യൂൺ ചെയ്യണം. പ്രോഗ്രാമിങ്ങിനാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ പ്രോഗ്രാമിംഗ് സ്കിൽസോ സർട്ടിഫിക്കറ്റ്സോ അതിന് പ്രയോറിറ്റി കൊടുക്കണം. ടീച്ചിങ്ങിനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ടീച്ചിങ് ഡിഗ്രിയോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു റെസ്യൂമെ എന്നുള്ളതല്ല, ഒരു ജോബ് റോളിനാണ് ഒരു റെസ്യൂമെ. അപ്പൊ അതിനനുസരിച്ച് റെസ്യൂമെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓരോ ജോബ് റോളിനും പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ പറയും. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് കൃത്യമായി അറേഞ്ച് ചെയ്ത് അതിന്റെ ഫോട്ടോ കോപ്പീസും ഒറിജിനൽസ് കീപ്പ് ചെയ്യാൻ ഇതിൽ പറയുന്നുണ്ട്. പക്ഷെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഒറിജിനൽസ് വേണ്ട, നിങ്ങൾ എല്ലാത്തിന്റെയും കോപ്പീസ് കൊണ്ടുവന്നാൽ മതി എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സോ അത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾ ID പ്രൂഫ്, കോളേജിന്റെ ID പ്രൂഫോ അല്ലാതെ ഗവൺമെന്റ് ആധാർ പോലുള്ള ഗവൺമെന്റ് ID പ്രൂഫോ നിങ്ങൾ വെച്ചിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ അതെല്ലാം ഓർഗനൈസ് ചെയ്യണം. അത് ലേബൽ ചെയ്ത് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ലേബൽ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കണം. കാരണം ചോദിക്കുമ്പോൾ നമ്മൾ കിടന്ന് തപ്പരുത്, അപ്പോൾ തന്നെ എടുത്തു കൊടുക്കണം. അതുപോലെ എക്സ്ട്രാ കോപ്പീസ്, എല്ലാത്തിന്റെയും ആവശ്യത്തിന് എക്സ്ട്രാ കോപ്പീസ് വെച്ചിരിക്കണം. 1, 2, 3 കമ്പനികൾക്ക് കൊടുക്കത്തക്ക രീതിയിൽ എക്സ്ട്രാ കോപ്പീസ് നിങ്ങൾ സൂക്ഷിക്കണം. പിന്നെ നിങ്ങൾ എങ്ങനെ ഡ്രസ് ചെയ്യുന്നു എന്നുള്ളത് നോക്കൂ. ഇപ്പോ നമ്മൾ ഇതുപോലുള്ള ജോബ് ഫെയർ എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടർ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരിക്കും, 10 മിനിറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ഇന്റർവ്യൂ ആയിരിക്കും. അപ്പൊ അവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ ഫിസിക്കലി അവരെങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. സോ നിങ്ങളൊരു പ്രൊഫഷണൽ അറ്റയർ തന്നെ ചൂസ് ചെയ്യണം. വലിയ കളേഴ്സ് ഒന്നും ഇല്ലാതെ, വലിയ ഓർണമെന്റിലൊന്നും അല്ലാതെ, എന്നാൽ വളരെ നീറ്റായിട്ട് നല്ല ഗ്രൂമിങ് ചെയ്ത് നല്ല ഹൈജീൻ എല്ലാം കീപ്പ് ചെയ്തിട്ട്, അതുപോലെ നഖമൊക്കെ നല്ല വെട്ടി ഹൈജീൻ എല്ലാം കീപ്പ് ചെയ്ത് സ്ട്രോങ് നല്ലൊരു ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ടാക്കത്തക്ക രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ അത് ഗ്രൂം ചെയ്തിട്ട് ഡ്രസ് ചെയ്ത് വേണം പോവാൻ. അപ്പൊ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി വേണം നിങ്ങൾ അതിനെ സമീപിക്കാൻ. പിന്നീടുള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഇൻട്രൊഡക്ഷൻ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു നല്ലൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾ ChatGPT അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല പെട്ടെന്ന് 30 സെക്കൻഡിൽ പറയുന്ന രീതിയിൽ നമ്മുടെ നെയിം, കോഴ്സ്, കരിയർ ട്രെയിനിങ്, ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം കൂടെ ഉൾപ്പെടുത്തി പെട്ടെന്ന് പറയുന്ന രീതിയിൽ, അതുപോലെ നിങ്ങളുടെ യുണീക്ക് സ്കില്ലുകളെല്ലാം പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ അതിനകത്ത് നിങ്ങളുടെ സ്ട്രെങ്ത് ഹൈലൈറ്റ് ചെയ്യണം. നിങ്ങളുടെ കീ സ്കിൽസ്, നമ്മളിവിടുന്ന് ഏതെങ്കിലും പിന്നെ സ്കിൽ കോഴ്സുകൾ പാസ്സായിട്ടുണ്ടെങ്കിൽ അത് പാസ്സായി എന്നുള്ളത് അവിടെ തന്നെ പറയണം. അത് അവരുടെ ആ ജോബ് റോളുമായിട്ട് റെലവെന്റുമായിരിക്കണം. ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സ്ട്രെങ്തും കമ്പനിയുടെ നീഡും തമ്മിലാണ് കണക്ട് ചെയ്യേണ്ടത് എപ്പോഴും. അത് ആ ഒരു വിസ്ഡം നമുക്ക് വേണം. നമ്മളുടെ സ്ട്രെങ്ത് കമ്പനിയുടെ നീഡ് അനുസരിച്ച് നമ്മളുടെ സ്ട്രെങ്ത് പ്രൊജക്ട് ചെയ്യണം നമ്മൾ. അപ്പൊ ആ ഒരു കണക്ഷൻ കിട്ടത്തക്ക രീതിയിൽ വേണം സ്ട്രെങ്ത് പ്രൊജക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ പിച്ച് ഒരു 30 സെക്കൻഡ് 1 മിനിറ്റ് കൊണ്ട് ഇത് പറഞ്ഞ് നിങ്ങൾ സ്റ്റുഡൻസ്, നിങ്ങളുടെ ഫ്രണ്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയാലും മതി, അല്ലെങ്കിൽ നിങ്ങളുടെ മിററിന്റെ മുമ്പിൽ നിന്നിട്ടായാലും മതി. ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോവാൻ. അതുപോലെ ഇത് നിങ്ങളുടെ ക്ലാസ്സിൽ കണ്ടിട്ടുള്ളതായിരിക്കും ഫസ്റ്റ് ബാച്ചുകാർ. സെക്കൻഡ് ബാച്ചുകാർ ചിലപ്പോൾ ഒരു പക്ഷേ അതിലൂടെ പോയിട്ടുണ്ടാവില്ല. എന്തായാലും അതൊന്ന് റിവ്യൂ ചെയ്യാം. നിങ്ങളുടെ കോഴ്സിൽ വന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും ഇന്റർവ്യൂ സ്കിൽസ് ആൻഡ് സ്ട്രാറ്റജീസ് എന്നുള്ളത്. സോ എസെൻഷ്യൽസ് വളരെ പൊളൈറ്റ് ആയിരിക്കണം, പ്രൊഫഷണൽ ആയിരിക്കണം, ഒരു റെസ്പെക്ട്ഫുൾ ടോണിൽ വേണം നിങ്ങൾ സംസാരിക്കാൻ. അതുപോലെ തന്നെ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള നല്ലൊരു പോസ്ചർ നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് ഇത് നെറ്റിൽ തന്നെ റിസർച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ChatGPT-യിൽ നിങ്ങൾക്ക് പ്രോംപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കീവേഡ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ അതിന് തയ്യാറായിട്ട് വേണം പോവാൻ. അതുപോലെ തന്നെ നല്ല ക്ലിയർ റെസ്പോൺസ് ആയിരിക്കണം, ആക്റ്റീവ് ആയിട്ടുള്ള ലിസണിങ് ആയിരിക്കണം, വളരെ നന്നായി ശ്രദ്ധിക്കണം, വളരെ കോമ്പാക്റ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസിനെ മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ അറിഞ്ഞൂടാത്ത ക്വസ്റ്റ്യൻസിനോട് നിങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് വളരെ പൊളൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഒരു സ്കില്ലിനെ സംബന്ധിച്ചോ മറ്റോ ആണെങ്കിൽ അത് എനിക്ക് ഇംപ്രൂവ് ചെയ്യാൻ എനിക്ക് കഴിയും എന്ന രീതിയിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ ടഫ് ക്വസ്റ്റ്യൻസിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചിരിക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അത് ടെൽ മീ അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തന്നെ വെച്ചിരിക്കണം. അത് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ട്രെയിനിങ്ങിനെ കുറിച്ചും നമ്മുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും നമ്മൾ അച്ചീവ് ചെയ്ത സ്കിൽസിനെ കുറിച്ചൊക്കെ ചോദിക്കാം. അതും നമുക്ക് പറയാൻ റെഡി ആയിരിക്കണം. അപ്പം നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെല്ലാം വളരെ വൃത്തിയായിട്ട് പറയാൻ നമ്മൾ റെഡി ആയിരിക്കണം. പിന്നെ കോൺഫിഡന്റ് ആയിട്ട് ആൻസർ ചെയ്യുക.
സോ നമ്മൾ വിത്ത് എക്സാമ്പിൾസ് എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സാമ്പിൾസോടുകൂടി നിങ്ങളുടെ ട്രെയിനിങ് കോഴ്സിൽ ഇവിടുത്തെ ട്രെയിനിങ്ങിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും ഒരു സ്റ്റാർ ടെക്നിക്, അത് നിങ്ങൾ റിവ്യൂ ചെയ്തിട്ട് പോകണം. സ്റ്റാർ എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട് എന്നുള്ള റെസ്പോൺസ് സിസ്റ്റം നിങ്ങളത് ഒന്ന് റിവ്യൂ ചെയ്തിട്ട് ഒന്ന് വാഷപ്പ് ചെയ്തിട്ട് വേണം പോകാൻ. അതുപോലെ തന്നെ കോമൺ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യണം. നമ്മുടെ നേരത്തെയുള്ള കമ്പനിയെ കുറിച്ച് നിങ്ങളെ സംബന്ധിച്ച് നേരത്തെയുള്ള കമ്പനിയല്ല, പഠിച്ച കോളേജിനെ കുറിച്ചോ സ്കൂൾസിനെ കുറിച്ചോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല, അല്ലെങ്കിൽ മൊത്തം സമൂഹത്തിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല, അല്ലെങ്കിൽ സിസ്റ്റത്തിനെ കുറിച്ചൊന്നും നെഗറ്റീവായിട്ട് പറയാൻ പാടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. സോ റിസൺ ആക്റ്റീവ്ലി നല്ല രീതിയിൽ നമ്മൾ അവരെ ഇന്ററപ്റ്റ് ചെയ്ത് സംസാരിക്കരുത്, അവർ ചോദ്യം ചോദിക്കാൻ വരെ അനുവദിക്കണം, അങ്ങനെ സംസാരിക്കരുത്. ആൻസർ അറിഞ്ഞുവെങ്കിലും വളരെ കാമായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഡോണ്ട് നോ എന്ന് പറയുന്നെങ്കിലും അത് വളരെ പോസിറ്റീവായിട്ടായിരിക്കണം ഡോണ്ട് നോ എന്ന് പറയാൻ തന്നെ. ഇതൊക്കെ നമുക്കൊന്ന് സ്വയം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാൻ. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ സ്റ്റേ കാം ആൻഡ് ഫോക്കസ്ഡ് എന്നുള്ളതാണ് ഇതിലെ മൊത്തത്തിൽ വരുന്ന ഒരു കാര്യം. അപ്പോൾ അത് നിങ്ങൾക്ക് ബ്രീത്തിങ് ടെക്നിക്ക്, റിലാക്സേഷൻ ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇന്റർവ്യൂവിന് കയറുന്നതിന് തൊട്ട് മുമ്പ്. അതുപോലെ തന്നെ പോസിറ്റീവ് തോട്ട്സ്, നിങ്ങളുടെ സ്ട്രെങ്ത്തിൽ വിശ്വസിക്കുക, സ്ട്രെങ്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് ഓർക്കുക. അതുപോലെ തന്നെ കമ്പോഷർ ടെക്നിക്ക്, വിഷ്വലൈസ് ചെയ്യുക, നിങ്ങളുടെ സക്സസിനെ അല്ലെങ്കിൽ നല്ലൊരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാവുന്നതിനെ കുറിച്ച് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നതാണ്. സോ അവിടെ ജോബ് ഫെയറിൽ ചെന്ന ശേഷം നിങ്ങൾ നെറ്റ്വർക്കിംഗ് നിങ്ങൾ തുടങ്ങുകയാണ്. അവിടെ നമ്മൾ റിക്രൂട്ടേഴ്സുമായിട്ട് കണക്ട് ആവുകയാണ്, അവരുമായിട്ട് കണക്ഷൻ ഉണ്ടാക്കണം. അവരുടെ ഇമെയിൽ ഐഡിയോ കോൺടാക്ട്സോ നിങ്ങൾ കളക്ട് ചെയ്യണം. അതുപോലെ തന്നെ കമ്പനി റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ആ ഒരു ഇൻഡസ്ട്രിയുമായിട്ടുള്ള നമ്മളെ ഒരു കണക്റ്റാണ്, മൊത്തത്തിലുള്ള കണക്റ്റാണ്. അല്ലാതെ ഒരു ജോബ് ഇന്റർവ്യൂവിന് പോകുന്നു നമ്മൾ തിരിച്ചു വരുന്നു എന്നുള്ള രീതിയല്ല. അവിടെ ഇൻഡസ്ട്രി പീപ്പിളുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഭാവിയിലേക്കും ജോലി കിട്ടിയിരുന്നാൽ പോലും തന്നെ നമുക്കത് നമ്മൾ നോളജ് ഗെയിൻ ചെയ്യുകയാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നമ്മൾ അവിടെ പോകാനായിട്ട്. സോ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഒരു ജെന്യൂൻ ഇൻട്രസ്റ്റ് കാണിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ കോൺടാക്ട് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുക. നിങ്ങളുടെ കോൺടാക്ട് ഇൻഫർമേഷൻ നിങ്ങൾ കൊടുക്കണം, നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് മാത്രമല്ല, ഇങ്ങനെ പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയമുള്ള മേഖലയിൽ നിങ്ങൾ റിക്രൂട്ടേഴ്സുമായിട്ട് കണക്ഷൻ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കണം. സോ ആ ഇവന്റിന് ശേഷം നിങ്ങൾ വളരെ താങ്ക്സ് നോട്ട് അയക്കാം. നിങ്ങൾക്ക് ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അവരുടെ കോൺടാക്ട് ഉണ്ടെങ്കിൽ താങ്ക്സ് നോട്ട് അയക്കാം. പിന്നെയും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നിങ്ങളുടെ സ്ട്രെങ്തിനെ കുറിച്ചും നിങ്ങൾക്ക് അത് ഏതെങ്കിലും കാര്യങ്ങൾ ഇനി എന്താണ് വേണ്ടത്, വാട്ട് ഈസ് ദ സ്കിൽ ഗ്യാപ്പ്, ഇനിയും അങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടതെന്ന് റിയൽ ഇൻഡസ്ട്രി പീപ്പിളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. സോ ഇതിനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് വേണം നമ്മൾ അപ്രോച്ച് ചെയ്യാൻ. അല്ലാതെ ഒരു ഇന്റർവ്യൂ ആ ഒരു 10 minutes അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരിക, അങ്ങനെയല്ല. സോ ആ ജോബ് ഹണ്ട് എന്നുള്ള ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ വേണം നിങ്ങൾ അതിനെ കാണാനായിട്ട്. പിന്നെ ചെക്ക് ലിസ്റ്റ് ആ ദിവസത്തേക്ക്. സോ നേരത്തെ തന്നെ എഴുന്നേൽക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുക. സോ നേരത്തെ തന്നെ ബസ്സിൽ അധികം തിരക്കൊക്കെ ട്രാഫിക് ഒക്കെ ആവുന്നതിന് മുമ്പ് തന്നെ നേരത്തെ തന്നെ അവിടെ എത്തുക. അവിടെ ഇപ്പോൾ അങ്ങനെയാണല്ലോ, പിന്നെ അവിടെ ചെന്നിപ്പോൾ ഫസ്റ്റ് സെർവ് ബേസിസ് ആയിരിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്കായിരിക്കും ആദ്യം കയറാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ എത്തുക, നമ്മൾ അവിടെ താമസിക്കേണ്ട ഒരു കാര്യമില്ല. അതുപോലെ എസെൻഷ്യൽ ഐറ്റംസിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം. എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് നേരത്തെ ഞാൻ കഴിഞ്ഞ സ്ലൈഡുകളിൽ പറഞ്ഞു. അതിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കണം. അത് രാവിലെ തന്നെ വെരിഫൈ ചെയ്യണം. സോ ഞാൻ നേരത്തെ പറഞ്ഞു, മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് റെസ്യൂം വേണം, ID പ്രൂഫ് വേണം, ഒക്കെ നേരത്തെ പറഞ്ഞതാണ്. പെന്നോ നോട്ട് പാഡോ പെൻസിലോ വാട്ടെവർ അതെല്ലാം നിങ്ങൾ കരുതിയിരിക്കണം. സോ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഒന്ന് ഉൾക്കൊണ്ടുകയും അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുകയും വേണം. ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ പോകണം. അത് നമ്മളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യും. ഓക്കെ, അപ്പോ നമ്മളുടെ ഇതുവരെയുള്ള പാത്ത് എന്തായിരുന്നു, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ട്രെയിൻ ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ മറ്റു സാധാരണ ഒരു കാൻഡിഡേറ്റിൽ നിന്ന് നമ്മൾ മുകളിൽ നിൽക്കുന്നു എന്നുള്ള ആ ഒരു ബിലീഫ് നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ കമ്പനി പ്രൊഫൈലും ജോബ് റോളും കൃത്യമായി റിവ്യൂ ചെയ്ത് അത് മനസ്സിലാക്കിയിട്ട് വേണം പോകാൻ.
സോ ഇനി മൾട്ടിപ്പിൾ ഇന്റർവ്യൂ, പല ഇന്റർവ്യൂവിന് ഇവിടെ പല കമ്പനിയിൽ നിന്ന് ഇന്റർവ്യൂവിന് കയറേണ്ടി വരുമല്ലോ. സോ അതുകൊണ്ട് തന്നെ അവിടെ ചെന്ന് പ്രയോറിറ്റൈസ് ചെയ്യണം. അതൊന്ന് എവിടെ ആദ്യം പോകണം, ഏതാണ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി, അത് ആ ഷെഡ്യൂളൊക്കെ പ്ലാൻ ചെയ്യണം. നിങ്ങളുടെ അപ്രോച്ച് അതിനനുസരിച്ച് അവിടെ വെച്ച് തന്നെ റിയൽ ടൈമിൽ അത് ടൈലർ ചെയ്യേണ്ടി വരും. ഓരോ കമ്പനിയിലും ഓരോ രീതിയിൽ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അതിനുള്ളൊരു മെന്റൽ പ്രാക്ടീസ് നമുക്ക് നേരത്തെ തന്നെ വേണം. നമ്മൾ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ തോട്ട് ഔട്ട് ചെയ്യണം. ഷോർട്ട് ബ്രേക്സ് എടുക്കണം, അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുക, നിങ്ങൾ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. എത്ര ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാമോ അത്ര ഇന്റർവ്യൂവും നമ്മൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരാൻ. ഇനി ഇന്റർവ്യൂ കഴിഞ്ഞതോടുകൂടി അപ്പോഴേ വരികയാണോ? അല്ലല്ല, ആ പ്രോസസ്സ് നമുക്ക് അവിടെ നിന്ന് ക്ലോസ് ചെയ്യണം. കാരണം ഇനിയും ഒരു പ്രോസസ്സിന് നമുക്ക് പോകേണ്ടി വന്നല്ലോ. അതെന്തൊക്കെയാണ്? സോ പോസ്റ്റ് ഇന്റർവ്യൂ ആക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ്, താങ്ക്സ് മെയിൽ അവർക്ക് അയക്കണം. ആരെങ്കിലും പരിചയപ്പെട്ടെങ്കിൽ അവർക്കും ആ താങ്ക്സ് മെയിൽ അയക്കണം. നിങ്ങളുടെ അപ്രീസിയേഷൻ അവരെ അറിയിക്കണം. സോ പിന്നെ നിങ്ങളുടെ ഇന്റർവ്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം. നിങ്ങളുടെ ആൻസേഴ്സിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ. അത് നിങ്ങൾക്ക് സ്വയം റിഫ്ലക്ട് ചെയ്യാം, റിവ്യൂ ചെയ്യാം, അത് എഴുതി വെക്കണം. എന്തൊക്കെയാണ് നന്നായത്, എന്തൊക്കെയാണ് മോശമായത് എന്നുള്ളത് അപ്പോൾ തന്നെ നിങ്ങളുടെ ഡയറിയിലോ നോട്ട്ബുക്കിലോ കുറിച്ച് എഴുതണം. കാരണം പിന്നെ 2 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് മറന്നു. സോ അതിന്റെ ഒരു ട്രാക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയും അടുത്തത് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടും റിയൽ എക്സ്പീരിയൻസിന് നിങ്ങളൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കാണണം. അതുപോലെ തന്നെ ഫോളോ അപ്പിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഇവിടുന്ന് കിട്ടിയ കോൺടാക്ട്സ് എല്ലാം കൃത്യമായിട്ട് ലിസ്റ്റ് ചെയ്യണം, ഫോണിലോ മറ്റോ സേവ് ചെയ്യണം. പിന്നെ ഇതുപോലെ നിങ്ങളുടെ കണ്ടിന്യൂഡ് ഇൻട്രസ്റ്റ്, നിങ്ങൾക്ക് ഒരു കമ്പനിയിലുള്ള അതിലെ ഇൻട്രസ്റ്റ് നിങ്ങൾ ഇതുപോലെ വ്യക്തികളെ ഇങ്ങനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളത് കീപ്പ് ചെയ്യുകയും വേണം. ഇത് ഇത്രയും നമ്മൾ ഇന്റർവ്യൂവിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. സോ ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. പ്രിപ്പറേഷൻ കീ. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞു, നമ്മൾ സ്ട്രോങ് ആണ്. സോ അത് ചെയ്ത് കഴിഞ്ഞു. അത് നല്ല രീതിയിൽ വാഷപ്പ് ചെയ്ത് വേണം നിങ്ങളെ പോവാൻ. അതിനെക്കുറിച്ച് നമ്മൾ പ്രിപ്പയർഡ് ആണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തന്നെ ബോധവാന്മാരായിരിക്കണം. സോ പിന്നെ കോൺഫിഡൻസ് ആണ്. പ്രസന്റേഷനും അത് ഓരോ കമ്പനിയും ടൈലർ ചെയ്ത് വൃത്തിയായിട്ട് പ്രസന്റ് ചെയ്യുക. പിന്നെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ് ഇതിന്റെ എല്ലാം ഒരു ആണിക്കല്ലെന്ന് പറയുന്നത്. അത് നിങ്ങൾ കഴിയും, നിങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് പല ഇതിലും നമ്മുടെ ട്രെയിനിങ് കോഴ്സിന് ശേഷം ഞാൻ കണ്ടതാണ്. നിങ്ങൾ ജസ്റ്റ് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എല്ലാ വ്യക്തികളോടും, ഇന്റർവ്യൂവിന് ഇരിക്കുന്നവരോടും അല്ലാതെ പുറത്തെ നെറ്റ്വർക്കിങ്ങിന് വേണ്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുക, അഡാപ്റ്റബിൾ ആയിരിക്കുക, സിറ്റുവേഷനോട് അഡാപ്റ്റബിൾ ആയിരിക്കുക, കമ്പനിയോട് അഡാപ്റ്റബിൾ ആയിരിക്കുക, ഇന്ന് ഓരോ ജോബ് റോളിനോട് അഡാപ്റ്റബിൾ ആയിരിക്കുക. പിന്നെ അതിനുശേഷം ഞാൻ അവസാനം പറഞ്ഞ ഫോളോ അപ്പും പിന്നെ ഈ പറഞ്ഞ ഒരു ഇന്റർവ്യൂ കഴിയുമ്പോൾ അതിലെ എക്സ്പീരിയൻസ് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കേണ്ടതും ഇക്കാര്യങ്ങളെല്ലാം ചെയ്ത് വേണം ആ ഒരു ഡേ 7th of March എന്ന് പറയുന്ന ആ ഒരു ഡേ നിങ്ങൾ യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പൂർത്തീകരിക്കാൻ. ഞാൻ പറഞ്ഞതിന്റെ ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നിങ്ങളതൊരു ഒരു ഇന്റർവ്യൂവിന് പോയി തിരിച്ചു വരുന്ന ഒരു ഇതായിട്ടല്ല, ആ ഒരു ഇവന്റിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉൾക്കൊള്ളണം. നമ്മുടെ ജോബ് ഹണ്ട് അല്ലെങ്കിൽ ഒരു ജോബ് നേടുന്നതിനുള്ള യാത്രയുടെ ഒരു തുടക്കമായിട്ട് നിങ്ങൾ കണ്ട് വളരെ സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യണം. എല്ലാവർക്കും ഗുഡ് ലക്ക്.